നമസ്കാരം, എസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വിയറ്റ്നാം വേളി പ്ലാവിനെ കുറിച്ചാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടൊരു 1.5 വർഷമായിട്ടുള്ളൂ. ഇത് കണ്ട കാച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. താഴെ ഉണ്ടായിരുന്നു, താഴെ ഇതൊക്കെ ചക്ക ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഞങ്ങൾ വിളവെടുത്ത് കഴിഞ്ഞു. അത് ആദ്യം വീഡിയോ പിടിക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് പ്രൂൺ ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഒരു ചെറിയ ഇതല്ല ഇവിടെയൊക്കെ മുറിച്ച് കാണുമല്ലോ, അവിടെ നോക്കി കാണാം. ഇതുപോലെ പ്രൂൺ ചെയ്താൽ മാത്രമാണ് നമുക്കിതൊരു ചെറിയൊരു സ്ഥലത്ത്. അപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആകെ 4 സെൻറ്റ് സ്ഥലമുള്ളൂ. 4 സെൻറ്റിലൊരു വീടും ബാക്കിയുള്ള സ്ഥലത്താണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബാക്കിയുള്ള എല്ലാം മുകളിലാണ് ചെയ്തേക്കുന്നത്. ഈ പ്ലാവിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെറിയ സ്ഥലമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. വേണ്ട, ഇതിൻ്റെ ആകെ ഇത്ര സ്ഥലമുള്ളൂ, ഇതിനുള്ളിലാണ് ഇത് ചെയ്തേക്കണം. ഇത് 1.5 വർഷം ആയപ്പോഴേക്കും നമുക്ക് കാച്ചു തുടങ്ങി. പിന്നെ നമ്മൾ ഈ പ്രൂൺ ചെയ്യേണ്ട കാര്യം വളരെ ശ്രദ്ധിക്കണം. കാരണം പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം നമ്മളെപ്പോഴും ഒഴിച്ചു കൊടുക്കണം. അതുപോലെ അതിന് വളം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രൂൺ ചെയ്യുമ്പോൾ അത് ഉണങ്ങാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൂൺ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് വലിപ്പം സ്ഥലം പരിമിതിയുള്ളവർക്കൊക്കെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഇപ്പോൾ ഈ കുറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു പ്ലാവ്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ പ്ലാവാണെങ്കിൽ ഒരുപാട് സ്ഥലം കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് എല്ലാവർക്കും വീട്ടിലൊരു പ്ലാവ് വെക്കാം. കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇനം പ്ലാവാണ്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ചക്കയുടെ. ഞാൻ മുമ്പ് ഇത് ഞാൻ വിളവെടുത്തിരുന്നു. നല്ല ടേസ്റ്റുള്ള ചക്ക, ഒരുപാട് വലിപ്പമൊന്നുമില്ല, എന്നാലും നമുക്കൊരു മീഡിയം സൈസിൽ നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. അതിൻ്റെ ആ മുറിച്ച ചക്കയുടെ പോസ്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ നല്ലതാണ്. എല്ലാ വീട്ടിലും സ്ഥലം തീരില്ലാത്ത ആളുകൾക്ക് വളരെ ഭംഗിയായിട്ട് ഈ സാധനം ഈ പ്ലാവ് വളർത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.